നമസ്കാരം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന രാഷ്ട്രീയ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ KM മാണിയുടെ മകൻ ജോസ് കെ മാണി എന്ന് സംശയരഹിതമായി പറയാൻ കഴിയും. കാരണം ജോസ് കെ മാണി ഇപ്പോൾ ആകെ ഒരു അങ്കലാപ്പിലാണ്. രാഷ്ട്രീയമായി എന്തു തീരുമാനമെടുക്കും? കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ പാർട്ടി അമ്പെ പരാജയപ്പെട്ടിരുന്നു. ഇനി ഇടതു മുന്നണിയിൽ കേരള കോൺഗ്രസ് എമ്മിന് ഭാവിയുണ്ടോ എന്നതാണ് പലരും ഉന്നയിക്കുന്ന ചോദ്യം. ഈ ചോദ്യം ഉന്നയിക്കുന്നത് പുറമെ നിന്നുള്ള ആളുകൾ മാത്രമല്ല, ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ നിന്നുള്ള നല്ലൊരു ശതമാനം നേതാക്കളും ഈ ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഇനി ജോസ് കെ മാണിയുടെ മുമ്പിലുള്ള ഏക വഴി UDF-ൽ എത്തുക എന്നത് മാത്രമാണ്. ഇതിന് LDF-ൽ നിന്നും പുറത്തു ചാടാൻ ഒരു കാരണം മാത്രമാണ് ഇനി ജോസ് കെ മാണി തേടിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, കേരള കോൺഗ്രസ് എമ്മിന്റെ ഇപ്പോഴത്തെ നിലനിൽപ്പ് എന്ന് പറയുന്നത് KM മാണിക്ക് ശേഷം അത് ജോസ് കെ മാണിയെ ആശ്രയിച്ച് തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ജോസ് കെ മാണിക്ക് മന്ത്രിസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയാകാൻ കഴിയും എന്നാണ് ജോസ് കെ മാണി പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിലും അപ്രതീക്ഷിതമായി പാലയിൽ തോറ്റതോടുകൂടി ആ മോഹവും ഒലിഞ്ഞു വീണു. മാത്രവുമല്ല, കേരള കോൺഗ്രസ് എമ്മിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം നല്ലൊരു ശതമാനവും UDF-ന് അനുകൂലമായി നിൽക്കുന്നു എന്നതാണ് യഥാർത്ഥമായ വസ്തുത. 2021 LDF വലിയ വിജയം നേടി, ഒരു LDF തരംഗമുണ്ടായി എന്ന് പറഞ്ഞ ഘട്ടത്തിലും കേരള കോൺഗ്രസ് എം മത്സരിച്ചത് 12 സീറ്റുകളിലാണ്. അതിൽ 5 സീറ്റുകൾ മാത്രമാണ് അവർക്ക് ജയിക്കാനായത്. 7 സീറ്റുകളിൽ പരാജയപ്പെടേണ്ടി വന്നു. 2026 തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ LDF-നെ സംബന്ധിച്ച് ഒരു വലിയ പരാജയമുണ്ടാകും എന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ആ സാഹചര്യത്തിൽ തരംഗമുണ്ടായ സാഹചര്യത്തിൽ പോലും കാര്യമായ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നിരിക്കെ ജോസ് കെ മാണി കളം മാറി ചവിട്ടാൻ ഒരുങ്ങുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ കേരളത്തിലെ കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് നേതാക്കളിൽ നിന്നും കേരള കോൺഗ്രസ് എമ്മിന് ക്ഷണം ലഭിച്ചിരുന്നു എന്നത് സത്യമാണ്. അന്നൊക്കെ ജോസ് കെ മാണി പറഞ്ഞത്, ഞങ്ങൾ LDF-ന്റെ ഭാഗമാണ്, LDF-ൽ ഉറച്ചു നിൽക്കുന്നു, മറിച്ചൊരു തീരുമാനം ചിന്തിക്കുന്നേ ഇല്ല എന്ന് തന്നെയാണ്. അന്ന് ജോസ് കെ മാണിക്ക് ചില ആത്മവിശ്വാസങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇന്ന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ആ ആത്മവിശ്വാസം കൂടി അസ്തമിച്ചു പോയിരിക്കുന്നു. ഒരുപക്ഷെ അന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ UDF-ലേക്ക് വന്നാൽ ജോസ് കെ മാണിക്ക് കുറെ കൂടി സ്വീകാര്യത ഉണ്ടാകുമായിരുന്നു. കാരണം അന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടാണ് വരുന്നത്. പക്ഷെ ഇന്ന് സ്ഥിതി അതല്ല. ജോസ് കെ മാണിയുടെ ആവശ്യാർത്ഥമാണ് ജോസ് കെ മാണിക്ക് UDF-ലേക്ക് വരേണ്ട സാഹചര്യമുള്ളത്. അപ്പോൾ UDF-ഉം കോൺഗ്രസും പറയുന്ന ഡിമാൻഡുകൾ ജോസ് കെ മാണി അംഗീകരിക്കേണ്ടി വരും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കേരള കോൺഗ്രസ് എം UDF വിട്ടപ്പോൾ ജോസഫ് വിഭാഗം UDF-ൽ ഉറച്ചു നിന്നു. 10 സീറ്റുകളാണ് നിലവിൽ UDF-ന്റെ ഭാഗമായി നിൽക്കുന്ന ജോസഫ് വിഭാഗത്തിന് UDF അനുവദിച്ച് നൽകിയിരിക്കുന്നത്. 2 കേരള കോൺഗ്രസ് കൂടി ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് 15 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി സീറ്റുകളുടെ എണ്ണവും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഒരുപക്ഷെ ജോസ് കെ മാണിക്ക് ഇടതുപക്ഷത്തിൽ നിന്ന് ലഭിച്ച സീറ്റുകളുടെ എണ്ണമോ അല്ലെങ്കിൽ നേരത്തെ UDF-ൽ ഉണ്ടായിരുന്ന സമയത്ത് ലഭിച്ച സ്വീകാര്യതയോ ഉണ്ടാകണം എന്നില്ല. ഇതാണ് രാഷ്ട്രീയ സാഹചര്യമെങ്കിലും ഈ സാഹചര്യം ഉൾക്കൊണ്ടിട്ട് തന്നെ ജോസ് കെ മാണി UDF-ലേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ചില സഭാ നേതൃത്വങ്ങളും ഈ കാര്യം UDF-ന്റെ ഉന്നത നേതാക്കളുമായി ചർച്ച ചെയ്തു എന്നതാണ് വിവരം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും ജോസ് കെ മാണി UDF-ന്റെ ഭാഗമാകണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. എന്തായാലും ഇനി ഒരു കാര്യം മാത്രമാണ് ബാക്കിയുള്ളത്. LDF-ൽ നിന്നും പുറത്തു ചാടാൻ ജോസ് കെ മാണിക്ക് ഒരു കാരണം വേണം. UDF ഏത് സമയത്തും ജോസ് കെ മാണിയെ ഉൾക്കൊള്ളാൻ, പ്രത്യേകിച്ച് KM മാണിയുടെ മകൻ എന്ന നിലയിൽ ജോസ് കെ മാണിയെ ഉൾക്കൊള്ളാൻ UDF തയ്യാറാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDF-മായി പിണങ്ങാനുള്ള കാരണം മാത്രമാണ് ഇനി ജോസ് കെ മാണിക്ക് ലഭിക്കേണ്ടത്. അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ ജോസ് കെ മാണി കാത്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ UDF-ന്റെ ഭാഗമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.